നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ദിവസം വീട്ടിലുണ്ടാക്കുന്ന കുറച്ച് വിഭവങ്ങൾ, ഒരു കറി, ഒരു തോരൻ, പിന്നെ മത്തി ഉണ്ടായിരുന്നു. അപ്പോൾ മത്തി കൊണ്ട് മുളകിട്ട കറിയും അതുപോലെ തന്നെ ഒരു തോരനും. അതാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മത്തി ക്ലീൻ ചെയ്യാതെയാണ് നമ്മൾ കിട്ടിയത്. അപ്പോൾ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മത്തി ക്ലീൻ ചെയ്യുന്ന കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ആയിട്ടും അല്ലാതെ ലോങ് വീഡിയോയിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്, കാരണം പിന്നെയും അതിന് കമൻ്റായിട്ട് ഒന്നുകൂടെ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് വന്നുകൊണ്ട് ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. അപ്പോൾ നല്ല മത്തിയാണ്. അപ്പോൾ നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്തിട്ട് മൊത്തമായിട്ട് ഉണ്ടാക്കുന്നില്ല, ക്ലീൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കറി വയ്ക്കാനും അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാനും എടുത്ത് മാറ്റാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക, മത്തിയുടെ മുകളിലുള്ള ചെതുമ്പൽ, അതിന് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയുക. അപ്പോൾ അത് ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് കളയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. രണ്ട് വശത്തും ഉണ്ടാവും. അപ്പോൾ അത് നല്ലപോലെ ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് വാല് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ രണ്ട് വശത്തും ചിറക് ഉണ്ടാവില്ലേ, അപ്പോൾ അതും ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് കത്രിക വെച്ചിട്ട് വൃത്തിയാക്കാം, അതിപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് തല കംപ്ലീറ്റ് പോക്കുകയാണെങ്കിൽ അത് കത്തി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് സൈഡും ഇങ്ങനെ എടുത്ത് അതിനുള്ളിലുള്ളതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഭാഗത്തുനിന്ന് ഇതെല്ലാം എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കറി വയ്ക്കാനും അതുപോലെ ഫ്രൈ ചെയ്യാനും വേണ്ടി കുറച്ച് മീനേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ മുളകിട്ടാണ് കറി വെക്കുന്നത്. ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു 3 വലിയ ചെറിയുള്ളിയാണ്, അത് ചെറുതായിട്ട് കട്ട് ചെയ്യണം. എല്ലാം കൂടെ ഇങ്ങനെ അരച്ചെടുത്തിട്ടാണ്, നമ്മൾ എളുപ്പത്തിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ചെറിയുള്ളി ആദ്യം ഇട്ടു. പിന്നെ നമുക്ക് ഇഞ്ചി വേണം, ഒരു ഇഞ്ച് വലുപ്പമുള്ള, അത്രയും വലുപ്പമുള്ള ഇഞ്ചി, അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ നമുക്കതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ തന്നെ വെളുത്തുള്ളി ഉണ്ട്, ഒരു 5-6 അല്ലി എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ടു. പിന്നെ ഒരു വലിയ തക്കാളി വേണം. തക്കാളിക്ക് വലിയ പുളി ഇല്ലാത്തതുകൊണ്ടാണ് ഒരു വലിയ തക്കാളി തന്നെ ഞാൻ എടുത്തത് കേട്ടോ. പുളി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അതിന് മുമ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണോളം, അതുപോലെ തന്നെ ഒരു 1.5-2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ട് ആണ് നന്നായിട്ട് അരച്ച് പേസ്റ്റായി എടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഈ പേസ്റ്റ് ഉണ്ടല്ലോ, പേസ്റ്റാക്കി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. പിന്നെ പുളിവെള്ളം വേണം. പുളി ഒരു ചെറിയ ഒരു എന്താ പറയുക, നെല്ലിക്കയുടെ വലിപ്പമുള്ള അത്രയേ ഉള്ളൂ. പുളി എടുത്ത് പിഴിഞ്ഞു അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി വെള്ളം പിഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം, നമ്മളിപ്പം മിക്സിയുടെ ജാറിലുള്ള അതിൽ ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഒന്ന് അങ്ങനെ മുക്കി വെക്കുകയാണ്. കുറച്ച് സമയം വെക്കണം. ഇനി ഇത് വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പും മുളകും മഞ്ഞളും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ, ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നത്. ഇനി കറിയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ കുക്കറിലേക്ക് മത്തനാണ് എടുത്തിട്ടുള്ളത്, ഒരു ചെറിയ കഷ്ണം മത്തന്, അത് കഷ്ണം മുറിച്ചിട്ടു, പരിപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, അതുപോലെ തന്നെ ബാക്കി നമുക്ക് ഉപ്പ് വേണം, ഉപ്പും പിന്നെ മഞ്ഞൾ വേണം, അതുപോലെ തന്നെ മുളക് പൊടി, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഒരു 2 മുതൽ 3 വിസിൽ വരെ വന്നാൽ മതി. മീനൊക്കെ പുരട്ടി വെച്ചിട്ട് കുറച്ച് സമയമല്ലേ, നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ അരയ്ക്കുകയാണ്. അപ്പോൾ തേങ്ങ ഞാൻ ചിരകാതെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താണ്. അതിലേക്ക് കുറച്ച് നല്ല ജീരകവും അതുപോലെ തന്നെ മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ആദ്യം ഒന്ന് ചതച്ചെടുത്തിട്ട് പിന്നെ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ മീനൊന്ന് ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ക്യാബേജിൻ്റെ തോരൻ ഉണ്ടാക്കുന്നുണ്ട്. അതിനൊന്നുമില്ല, ക്യാബേജ് മുറിച്ചാലേക്ക് തേങ്ങയും മഞ്ഞളും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒരുമിച്ചിട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ട് ചീനച്ചട്ടിയിൽ വെച്ചതാണ്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അടച്ചു വെച്ചിട്ട് കേട്ടോ. അപ്പം നമ്മുടെ കറിയുടെ പരിപ്പും അതുപോലെ തന്നെ മത്തനും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരണം.
അപ്പോൾ നമ്മുടെ മീൻ ഏതാണ്ട് ആയി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി, കുറച്ച് മാത്രം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മീൻ കറി റെഡിയായി. മുളകിട്ട മീൻ കറി. പിന്നെ ഫ്രൈ ആണ്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതും വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് താളിച്ചിടാം. അപ്പോൾ കറി, തോരൻ, അതുപോലെ തന്നെ മീൻ മുളകിട്ടതും വറുത്തതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.